പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ നമ്പർ 6, ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 6 PDE, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് PDE പറഞ്ഞു കഴിഞ്ഞാൽ? ODE നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ODE, ദാറ്റ് ഈസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതുപോലെ തന്നെ PDE എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതൊക്കെ ODE ആണ്. അവിടെ നിങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ y ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ്. നെക്സ്റ്റ് PDEയിൽ നിങ്ങൾ പഠിക്കുന്നത് ദാറ്റ് ഈസ് യു എക്സ് പ്ലസ് യു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൈ, അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് എന്താണ്? വേരിയബിളാണ്. y ഫംഗ്ഷൻ അല്ലേ? ഇവിടെയും എക്സ്, സൈൻ എക്സിലെ എക്സ് വേരിയബിൾ ആണ്, y ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷനും അതിന്റെ കൂടെ ഒരു വേരിയബിളേ ഉള്ളൂ അല്ലേ? y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ y എന്നുള്ളത് ഫംഗ്ഷനും വേരിയബിൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് എക്സ് എന്നുള്ളത് വേരിയബിൾ ആയിരുന്നു. ഈ ഇക്വേഷനിൽ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, therefore ഈ ഫംഗ്ഷനും വേരിയബിളും അതുപോലെ തന്നെ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫോംസും കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ഡെറിവേറ്റീവ് ഫോംസ് വന്നിട്ടുണ്ട്. പക്ഷേ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ അതിൽ ഒരു വേരിയബിൾ മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി, നമ്മൾ എപ്പോഴും സാധാരണ ഫംഗ്ഷനെയാണ് ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ ഇവിടെ യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യാം അല്ലേ? യു വൈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യുനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യാം. അത് ഡെറിവേറ്റീവ് ചെയ്ത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് വൈ കിട്ടണം. ഓക്കെ, അഥവാ ഇതെന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അഥവാ ഇവിടെ യു എന്നുള്ളത് ഫംഗ്ഷനും എക്സും വൈയും എന്താണ്? വേരിയബിളും ആണ്. ഓക്കെ, അപ്പൊ രണ്ട് വേരിയബിൾ വന്നു. അപ്പൊ ഇവിടെ y എന്നുള്ളത് ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇവിടെ യു എന്താണ്? ഒരു മൾട്ടി വാരിയബിൾ ഫംഗ്ഷനാണ്. മൾട്ടി വാരിയബിൾ ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? PDE എന്ന് പറയാം. ഓക്കെ, ODE പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഫോംസും കൂടി വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് ODE എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് ചാപ്റ്റർ നമ്പർ 6 നമ്മൾ പഠിക്കുന്നത് PDE കുറിച്ച് മാത്രമാണ്. ദാറ്റ് ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന്റെ തൊട്ട് മുന്നേ എന്താണ് y ഈക്വൽ ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ട്. എന്താണ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ? അതുപോലെ തന്നെ ഡിപെൻഡന്റ് വാരിയബിൾ ഉണ്ട്. എന്താണ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ? നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റുന്ന വാരിയബിൾ ഏതാണ്? എക്സിനാണ് നമ്മൾ തോന്നിയ പോലെ കൊടുക്കാൻ പറ്റുക അല്ലേ? അപ്പൊ എക്സ് ആണെന്ത്? ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ഡിപെൻഡന്റ് വാരിയബിൾ പറഞ്ഞു കഴിഞ്ഞാലോ? ദാറ്റ് ഈസ് വൈ. ഓക്കെ, y ഈക്വൽ ടു സൈൻ എക്സ് ആണെങ്കിലും ഇവിടെ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഏതാ? ദാറ്റ് ഈസ് എക്സ്. അതുപോലെ തന്നെ ഡിപെൻഡന്റ് വാരിയബിൾ ഏതാ? ഡിപെൻഡന്റ് വാരിയബിൾ വൈ. ഓക്കെ, ഇനി PDയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ വരയ്ക്കാൻ പോവാം, ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏതാണ് ഡിപെൻഡന്റ് വാരിയബിൾ? ഡിപെൻഡന്റ് വാരിയബിൾ ഏതാണ്? ദാറ്റ് ഈസ് ഏതാണോ ഫംഗ്ഷൻ അതാണെന്ത്? ഡിപെൻഡന്റ് വാരിയബിൾ, ദാറ്റ് ഈസ് യു അല്ലേ? ഇവിടെയും ഡിപെൻഡന്റ് വാരിയബിൾ ഏതായിരുന്നു? ഫംഗ്ഷൻ. ഇൻഡിപെൻഡന്റ് വാരിയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സും വൈയും. അപ്പോൾ ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും മൾട്ടി വാരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിലും സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിലും ഡിപെൻഡന്റ് വാരിയബിൾ ഇൻഡിപെൻഡന്റ് വാരിയബിൾ നിങ്ങൾ മനസ്സിലാക്കണം. ഡിപെൻഡന്റ് വാരിയബിൾ പറഞ്ഞ ഫംഗ്ഷനും ഇൻഡിപെൻഡന്റ് വാരിയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അകത്തുള്ള വാരിയബിൾസുമാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലീനിയർ PDE. നമ്മൾ സാധാരണ ODEയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് എന്താണ് ഹോമോജീനിയസ് ODE, നോൺ ഹോമോജീനിയസ് ODE, എന്താണ് അതിന്റെ ലീനിയർ ODE, നോൺ ലീനിയർ ODE. അതേപോലെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഈ ചാപ്റ്ററിലുള്ള ഡെഫിനിഷൻ ആണ് ലീനിയർ PDE. ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡെഫിനിഷൻ ഞാൻ കൃത്യമായിട്ട് എഴുതാം. APDE a partial differential equation in which the power of
dependent variable and its partial derivative and its partial derivatives are either 0 or 1 and 0 or 1 and there is no term containing product of the dependent variable and its partial derivative. Its partial derivatives is called linear PDE. Okay, എന്താ പറയാ? A PDE in which the power of the dependent variable, അത് എന്താണ് dependent variable തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ, നമ്മൾ dou u by dou x plus dou square u by dou y square equal to sin xy. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതാണ്? u ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെയോ അതുപോലെ തന്നെ അതിന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെയോ പവർ എന്തായിരിക്കും? 0 അല്ലെങ്കിൽ 1 ആയിരിക്കണം. അതേപോലെ അതിൽ എന്തുണ്ടാവരുത്? ദാറ്റ് ഈസ് നോട്ട് ടേം കണ്ടെയ്നിങ് പ്രൊഡക്റ്റ് ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇതിന്റെ അകത്ത് ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവിന്റെ പ്രൊഡക്റ്റും ഉണ്ടാവരുത്. ഇങ്ങനെയാണെങ്കിൽ ഇതിനെ ലീനിയർ PDE എന്നാണ് പറയാം. ഞാൻ ഫോർ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എക്സാമ്പിൾ xy dou square z divided by dou x square plus x into y square dou z divided by dou y equal to x square plus y square. Second example dou z divided by dou x whole square next plus z equal to tan x square. Next third example dou z divided by dou x into dou z divided by dou y, this equal to xy square z is equal to x cube plus y square. Next fourth example dou u divided by dou t equal to alpha square into dou square u by dou x square. Next fifth example that is y square z dou z divided by dou x plus x square into dou z divided by dou y equal to x y square. Okay, next last example, that is sixth example dou square u by dou x square plus dou square u by dou y square equal to sin xy. ഇപ്പോഴല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ലീനിയർ ODE നോൺ ലീനിയർ PDE ലീനിയർ PDE നോൺ ലീനിയർ PDE എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇവിടെ നോക്കി, ഇവിടെ ഒന്നാമത്തെ ഫംഗ്ഷൻ നോക്കി, എന്താണ് ഈ ഡിപ്പെൻഡന്റ് വേരിയബിൾ? ദാറ്റ് ഈസ് z ആണ് എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾ അല്ലേ? അപ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇതിന്റെ ഡെറിവേറ്റീവ് ഫോംസ് വന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ അതിന്റെ ഡെറിവേറ്റീവ് ഫോംസ് z-നെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്തെന്നുള്ളൂ. ഇവിടെ പവർ വന്നിട്ടില്ല. പവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് വരണം. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവാ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് ഫോംസ് ആണ്. പക്ഷെ ഡെറിവേറ്റീവ് ഫോംസിന്റെ പവർ 1 ആണ് അല്ലെ? ഇതിന്റെ പവർ 1 ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എന്നേ ഉള്ളൂ. ഇവിടെയും ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോ ഇവിടെ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഏതാ? ഡിപ്പെൻഡന്റ് വാരിയബിൾ പറഞ്ഞാൽ z ആണ്, ഡോ സ്ക്വയർ z ഡിവൈഡ് ബൈ. ഓക്കെ, ഡിപ്പെൻഡന്റ് വാരിയബിൾ z ആണ്. പക്ഷെ ഈ ഒരു ഇക്വേഷനിൽ z-ന്റെ ഡെറിവേറ്റീവ് ഫോംസിന്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല, പ്രൊഡക്റ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ z-ന്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ ഒരു പ്രൊഡക്റ്റും പവറും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ലീനിയർ PDE ആണ്. ഇതിന്റെ കൂടെ തന്നെ നാം ഒരു കാര്യം കൂടി പഠിക്കുക. ഇവിടെ ഫംഗ്ഷൻ ഓഫ് xy ഇല്ലേ?
ദാറ്റ് ഈസ് ഈ ടേം ഈ ഈക്വൽ സൈനിന്റെ ഡെറിവേറ്റീവ് ഫോംസ് ഒക്കെ ഇങ്ങോട്ട് എടുത്ത് ഇവിടെ സം ഓക്കെ നമുക്ക് നെക്സ്റ്റ് പറയാം. ദാറ്റ് ഈസ് ഇത് ലീനിയർ PDE ആണ്. നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലോ, ഫസ്റ്റ് ഡെറിവേറ്റീവ് പക്ഷേ അത് രണ്ട് പ്രാവശ്യം പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് ഇവിടെ സ്ക്വയർ ഇട്ടത് അല്ലേ. ഇവിടെ ഡോ സ്ക്വയർ z ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ z ഡിവൈഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇതെന്താണ്, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്തിരിക്കുക. ഇതിന്റെ മീനിങ് എന്താ, സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്തിട്ട് അതിന് സ്ക്വയർ ചെയ്തേക്കുക. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയൊക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ സെഡിന്റെ ഡെറിവേറ്റീവ് ഫോംസ് വന്നു, വിത്ത് റെസ്പെക്ട് ടു എക്സ് വന്നു, വീണ്ടും അതിന്റെ പ്രൊഡക്റ്റ് വന്നു. അതുകൊണ്ട് ഇതെന്താണ്, നോൺ ലീനിയർ PDE ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതോ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതും എന്താണ്, നോൺ ലീനിയർ PDE ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതോ, ദാറ്റ് ഈസ് ഇവിടെ ഇതിന്റെ പവർ 1 ആണ്. നെക്സ്റ്റ് ഇതിന്റെ പവറോ, ഇതിന്റെ പവറും 1 ആണ്. ഇവിടെ യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡബിൾ ഡെറിവേറ്റീവ് ചെയ്തെന്നുള്ളൂ, പവർ 1 ആണ്. ഓക്കെ, ഇത് അതുകൊണ്ട് ഇതെന്താണ്, ദാറ്റ് ഈസ് ലീനിയർ PDE ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് 5th എക്സാമ്പിൾ. ഇവിടെ പവർ 1 ആണ്, പ്രശ്നമൊന്നുമില്ല അല്ലെ. ഇവിടെയും പവർ 1 ആണ്, പക്ഷേ z ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരുന്നു. z ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് ഫോംസ്. അപ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് ഈ z ഇവിടെ വന്നത് കൊണ്ട് ഇതെന്തല്ല, ലീനിയർ അല്ല, ദാറ്റ് ഈസ് നോൺ ലീനിയർ ആണ്. നോൺ ലീനിയർ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ z വന്നു, z പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിളാണ്. ഡിപ്പെൻഡന്റ് വേരിയബിളും അതിന്റെ ഡെറിവേറ്റീവ് ഫോംസിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ലാസ്റ്റ് ടേമോ, ഇവിടെ ഇതിന്റെ പവർ 1 ആണ്, ഇതിന്റെ പവറും 1 ആണ്. therefore ഇതെന്താണ്, ദാറ്റ് ഈസ് ലീനിയർ ആണ് അല്ലേ. ദാറ്റ് ഈസ് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലീനിയർ ഫംഗ്ഷനും 3 നോൺ ലീനിയർ ഫംഗ്ഷനും കണ്ടെത്താൻ പറ്റും. ഇതാണ് ലീനിയറും നോൺ ലീനിയറും. അപ്പോൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയ. ഇനി എന്താണ് ഒരു ജനറൽ PDE? ദാറ്റ് ഈസ് ജനറൽ PDEയുടെ ഫോം. എങ്ങനെ ഒരു ജനറൽ PDE നമുക്ക് എഴുതാം? ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡറും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ജനറൽ ഫോം ഓഫ് സെക്കൻഡ് ഓർഡർ linear PDE. That is A into some dou square u by dou x square u plus next B into dou square u by dou x dou y plus C into dou square u by dou y square plus D into dou u by dou x plus next E into dou u by dou y plus some function f into u equal to g. ഇവിടെ ഏതാണ് ഫംഗ്ഷൻ? u ആണ് ഫംഗ്ഷൻ. യുയിൽ എത്ര വേരിയബിൾ ഉണ്ട്? എക്സും വൈയും വേരിയബിൾ ഉണ്ട്. അപ്പൊ ജനറലി സെക്കൻഡ് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സെക്കൻഡ് ഡെറിവേറ്റീവ്, എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് a into dou square u by dou x square u plus b into ദാറ്റ് ഈസ് എക്സിനെ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ചെയ്തിട്ട് യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്തിട്ട് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ചെയ്തത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രം ചെയ്തത് സാധാരണ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സം ഇ റേസ് ടു എക്സ് എഴുതാറുണ്ട്. അതേപോലെ ഇവിടെ എന്താണ്, സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ, ODEയുടെ സെക്കൻഡ് ഓർഡർ, ദാറ്റ് ഈസ് ഇതിന്റെ ഓർഡർ എത്രയാണ്, സെക്കൻഡ് ആണ്. അതേപോലെ അവിടെ സെക്കൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് എക്സ് ഉണ്ട് വൈ ഉണ്ട്. അപ്പോൾ ഡബിൾ ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ തന്നെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യാം, വൈനെ തന്നെ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യാം, പിന്നെ എക്സിനെ ആദ്യം ചെയ്തിട്ട് വീണ്ടും ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ഇത്രയും മാക്സിമം ഇത്രയും ടേം ആയിരിക്കും ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ എ എന്താണ്, എ ബി സി ഡി ഇ എഫ് ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അതുപോലെ തന്നെ ജി ഇതെല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ആവാം അല്ലെ, പ്യുവർ കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതാം അല്ലെ. ഇവിടെ എന്താ, എക്സ് സ്ക്വയർ വൈ എന്ന് എഴുതാം. അപ്പോൾ എ എന്താണ്, ഇതിന്റെ കോഫിഷ്യന്റ്
പ്യുവർ കോൺസ്റ്റന്റ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരാം, എക്സിന്റെയും വൈഡിലേക്ക് ഫംഗ്ഷൻ വരാം. യു എന്താണ്? യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. യു പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് ഒരു പി ഡി ഇ, സെക്കൻഡ് ഓർഡർ ലീനിയർ പി. ഇത് നോക്കി, ഇത് ലീനിയർ പി ഡി ഇ ആണ്. കാരണം എന്താ, ഇവിടെ ഇതിന്റെ പവർ എത്രയാണ്? ഇതിന്റെ പവർ 1 ആണ് അല്ലെ. ഇതിന്റെ പവറോ ദാറ്റ് ഈസ് ഡോ സ്ക്വയർ. ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ എന്നല്ല എഴുതിയിട്ടുള്ളത്. യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, എന്നിട്ട് കിട്ടിയിട്ടുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്തു. അല്ലാതെ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചിട്ട് ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിച്ച് അത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇതല്ല കിട്ടുക. അപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. അഥവാ ഇതെന്താണ്? ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും, എക്സ് വൈ എന്ന് എഴുതി. എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ വൈ കിട്ടും. നെക്സ്റ്റ് എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, അഥവാ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയും കൂടി ചെയ്യാം. ദാറ്റ് ഈസ് ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി എന്താണ് ഡോ യു ബൈ ഡോ എക്സ്? ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് കിട്ടി, വൈ കിട്ടി. എന്താണ് ഡോ യു ബൈ ഡോ വൈ? ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ആ. ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ ആ കിട്ടുക അല്ലേ. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ, ദാറ്റ് ഈസ് എക്സ് വൈ ആ കിട്ടുക. അപ്പോ ഇത് രണ്ടും നോട്ട് ഈക്വലാ, ഇതൊരിക്കലും ഈക്വൽ അല്ല. അപ്പൊ ഇതെന്താണ്? ഇത് ഓർഡർ 1 ആണ്, ദാറ്റ് ഈസ് പവർ 1 ആണ്. ഇവിടെയും പവർ 1 ആണ്. ഓക്കെ, ഇവിടെയും പവർ 1 ആണ്, ഇവിടെയും പവർ 1 ആണ്. അപ്പൊ എന്താണ്? ലീനിയർ ആണ്, സെക്കൻഡ് ഡിഗ്രി ആണ് അല്ലെ. ഹൈയസ്റ്റ് പവർ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ആണ്. പി ഡി ഇ ദാറ്റ് ഈസ് ജനറൽ ഇക്വേഷൻ ആണ് ഇത്, ഒരു പി ഡി ഇയുടെ ജനറൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ എഴുതാം. ഫോർ എക്സാമ്പിൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ അല്ലെ ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജി എന്താണ്? ജി എന്നുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ് അല്ലെ. ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇവിടെ ഈക്വൽ ടു 0 ആണെങ്കിൽ, ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇവിടെ ജി എന്താണ്? ജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ അല്ലെ, കോൺസ്റ്റന്റ് എന്തോ ആവാം. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ജി എന്താണ്? ഫംഗ്ഷൻ ഓഫ്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എഴുതി, ഇവിടെ 6 എഴുതി അല്ലേ, 6 എഴുതി. അല്ലെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൈ. ഇവിടെ നോക്കി, ഫസ്റ്റ് ടേം നമ്മൾ ഇവിടെ ഫസ്റ്റ് ടേം ഇതാണ്, ഫസ്റ്റ് ടേം ഇതാണ്, ഫസ്റ്റ് ടേം ഇവിടെ ഞാൻ എഴുതിയുള്ളത് അല്ലേ. അതിന്റെ കൂടെ ഉള്ളതാണ് കോഫിഷ്യന്റ്. അപ്പൊ ഇവിടെ 1 ആണ്. കറസ്പോണ്ട് ഇതെടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, അവിടെയും 1 ആണ്. നെക്സ്റ്റ് ഈ ടേം ഏതാണ്? ദാറ്റ് ഈസ് ഈ ടേം ആണ് അല്ലെ, അവിടെയും 1 ആണ് അല്ലെ. പക്ഷെ ഇവിടെ അതിന്റെ സി എന്താണ്? എക്സ് ആണ്. അപ്പൊ ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി ഇതെല്ലാം എന്താണ്? ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ വരാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വരാം. ഓക്കെ, ഇനി ഈ ജി എപ്പോഴെങ്കിലും 0 വരികയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ജി ഈക്വൽ ടു 0 വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ, ദാറ്റ് ഈസ് ഹോമോജീനിയസ് പി ഡി ഇ എന്ന് പറയും. ഓക്കെ, ഹോമോജീനിയസ് പി ഡി ജി ഈക്വൽ ടു 0 വരികയാണെങ്കിൽ. നെക്സ്റ്റ് ജി നോട്ട് ഈക്വൽ ടു, ദാറ്റ് ഈസ് ജി നോ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ. നെക്സ്റ്റ് നോൺ ഹോമോജീനിയസ് പി ഡി ഇ, നോൺ ഹോമോജീനിയസ് പി ഡി ഇ ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്. നോൺ ഹോമോജീനിയസ് പി ഡി ഇ പറഞ്ഞു കഴിഞ്ഞാൽ ജി നോട്ട് ഈക്വൽ ടു 0 വരികയാണെങ്കിൽ. അപ്പൊ താഴെ എഴുതുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇതെന്താണ്? ഇത് ഹോമോജീനിയസ് അതുപോലെ തന്നെ ലീനിയർ പി ഡി ഇ ആണ് അല്ലേ. നെക്സ്റ്റ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് വൈ. ഇതേതാണ്? ഇത് ഹോമോജീനിയസ് ആണ് അല്ലേ. ഹോമോജീനിയസ് സോറി നോൺ ഹോമോജീനിയസ് ലീനിയർ പി ഡി ഇ ആണ് അല്ലേ. അപ്പൊ തൊട്ടു മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്ത എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടു മുന്നേ കുറെ ഇതുണ്ട്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നോൺ ഹോമോജീനിയസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഇത് നോൺ ഹോമോജീനിയസ് ആണ്. കാരണം എന്താ? ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇതും എന്താണ്? നോൺ ഹോമോജീനിയസ് ആണ്. നെക്സ്റ്റ് ഇതെടുത്തു കഴിഞ്ഞാലോ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ എവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ, ഇവിടെ മൈനസ് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് ഇതും എന്താണ്? ദാറ്റ് ഈസ് നോൺ ഹോമോജീനിയസ്. കാരണം എന്താ? ഇവിടെ എക്സ് ക്യൂബ് വൈ ക്യൂബ് തന്നിട്ടുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോട്ട് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈക്വൽ ടു എക്സിന്റെയും വൈയുടെയും ടേമിലുള്ള ഫംഗ്ഷൻ മാത്രം കിടക്കുന്നതില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഹോമോജീനിയസ്.
ഓക്കെ, ഇതേതാണ്? ദാറ്റ് ഈസ് നോൺ ഹോമോജീനിയസ്. കാരണം ഇവിടെ എക്സ് വൈ സ്ക്വയർ ഉണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ടേം ഇതും എന്താണ്? ദാറ്റ് ഈസ് നോൺ ഹോമോജീനിയസ് ആ. മനസ്സിലായിരിക്കും. കാരണം ഇവിടെ സൈനിന്റെ അല്ലെങ്കിൽ എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ മാത്രം കിടക്കരുത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടേം മാത്രം കിടക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് പി ഡിയുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് പി ഡി ഇ, അതുപോലെ തന്നെ എന്താണ് ലീനിയർ പി ഡി ഇ, എന്താണ് നോൺ ലീനിയർ പി ഡി ഇ, പിന്നീട് എന്താണ് ഹോമോജീനിയസ് പി ഡി. ഇത് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പി ഡി ഇ. ക്ലാസിഫിക്കേഷൻ ഓഫ് പി ഡി ഇ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പി ഡി ഇനെ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ക്ലാസിഫൈ ചെയ്യാം. ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, നെക്സ്റ്റ് പ്ലസ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഡി ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഇ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് എഫ് ഇൻറ്റു യു ഈക്വൽ ടു ജി. ഇതാണ് ജനറൽ ആയിട്ട് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിയുടെ ഡെഫിനിഷൻ അല്ലേ? ഇതാണ് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിയുടെ ഫോം. ഇവിടെ ഹോമോജീനിയസ് ജി ഈക്വൽ ടു 0 ആവുമ്പോൾ ഹോമോജീനിയസ് ആവും, ജി നോട്ട് ഈക്വൽ ടു 0 ആവുമ്പോൾ നോൺ ഹോമോജീനിയസ് ആവും അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്ന ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ODEനെ 3 ക്ലാസ് ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ ഹൈപ്പർബോളിക്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് പരാബോളിക്. ഞാൻ വീണ്ടും പറയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. പരാബോളിക്. മൂന്നാമത്തെ ടൈപ്പ് എലിപ്റ്റിക്. എന്താണ് ഇത് മൂന്നും, എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇവിടെ എ ഉണ്ട് അല്ലെ, ബി ഉണ്ട്, സി ഉണ്ട്. അഥവാ സെക്കൻഡ് ഓർഡറിന്റെ ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലെ? സെക്കൻഡ് ഓർഡർ, ഇവിടെയും സെക്കൻഡ് ഓർഡർ ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും. ഇവിടെ സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വൈ ഓൺലി. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ മൂന്നിന്റെയും കോഎഫിഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac. ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? ബി, എ ബി സി എന്താണ്? 3 വേരിയബിൾ ഉള്ളൂ, ബിയും എയും സി ഉള്ളൂ. അഥവാ ഈ മൂന്നിന്റെയും കോഎഫിഷ്യന്റ് ഇതിന്റെ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പർബോളിക് എന്നാണ് പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് നമ്മൾ പരാബോളിക് എന്ന് പറയും. ഓക്കെ, ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിലോ അതിനെ പരാബോളിക്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പോഴും മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ദാറ്റ് ഈസ് ഹൈപ്പർബോളിക്, പരാബോളിക് ആൻഡ് എലിപ്റ്റിക്. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. 3 ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ഡിവൈഡ് ബൈ ഡോ വൈ. ഓക്കെ, ഇവിടെ എന്താണ് എ പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അല്ലെ? ഇതിന്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ദിസ്. ഇനി ബി എന്തായിരുന്നു? ഡോ യു ബൈ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈയുടെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ദിസ് ടേം. സി എന്തായിരുന്നു? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, therefore ഇവിടെ എ എന്താ? എ ഈക്വൽ ടു 3. ബാക്കി ഒരു ടേം ഇല്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ചെയ്യുന്നില്ല, ബാക്കിയൊന്നുമില്ല. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 0 ആണ്, സി ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ചെയ്യാം? ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac, b square minus 4ac, that's equal to 4a into c, that's equal to 0 square minus 4 into a എന്താണ്? a equal to 3 into c equal to 0, that's equal to complete 0. complete 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തന്നെ? that is parabolic. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ഡോ സ്ക്വയർ
u divided by dou x square equal to dou square u divided by dou y square. എന്താണ് a? That is a equal to ഇതിന്റെ കോഫിഷ്യന്റ് അല്ലേ, that is 1 അല്ലേ. എന്താണ് b? b equal to x y dou square u by dou x dou y, അത് ഈ ടേമിലില്ല, that's equal to 0. നെക്സ്റ്റ് എന്താണ് c? c പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ ജനറൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതണം? dou square u by dou x square മൈനസ് dou square u by dou y square equal to 0. ഇതാണ് ജനറൽ ഫോം. അപ്പോൾ ഇതിന്റെ കോഫിഷ്യന്റ് എന്താ? that is c equal to -1. that is a square b square minus 4ac, that is this equal to b square എന്താ? that is 0 square minus 4 into a into c, that's equal to minus minus plus, that is 4 എന്ന് വരും, that is which is greater than 0 അല്ലേ. greater than 0 ആണെങ്കിൽ എന്താണ്? that is hyperbolic. therefore ഇതെന്താണ്? hyperbolic. ഇനി അടുത്തത് ഡോ സ്ക്വയർ, അടുത്ത ക്വസ്റ്റ്യൻ ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ദാറ്റ് ഈസ് എ എന്താണ്? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0 ആൻഡ് സി ഈക്വൽ ടു 1. എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് 4ac, ദാറ്റ് ഇംപ്ലൈസ് 0 സ്ക്വയർ മൈനസ് 4 into 1 into 1 അല്ലേ. that's equal to -4, which is less than 0. therefore ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, that is elliptic. okay, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആണ്, that is the classification of differential equation, partial differential equation. okay, very important ആണ്, എക്സാമിന് ചോദിച്ചേക്കാം. ഇനി എന്താണ് സൊല്യൂഷൻ? that is next topic, solution of PDE, partial differential equation. നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഫോർ എക്സാമ്പിൾ ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഇവിടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. ഏതാണ്? യു എന്നുള്ളത് ഫംഗ്ഷനും എക്സും വൈയും വേരിയബിളാണ്. ഇതൊരു PDE ആണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ യു എന്താണ്? യു പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനിൽ ഏതൊക്കെ വേരിയബിൾ ഉണ്ട്? കാരണം വേരിയബിൾ ഉണ്ടാവേണ്ട വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിൾ ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ യു എന്നുള്ളത് സം ഫംഗ്ഷൻ ഓഫ് എക്സിന്റെയും വൈയുടെയും ടേമിലുള്ള ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡബിൾ ഡെറിവേറ്റീവ് ചെയ്ത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേം 0 ആണെങ്കിൽ, സമ്മ 0 ആണെങ്കിൽ യു എന്നുള്ളത് ഇതിന്റെ സൊല്യൂഷനാണ്. അപ്പൊ എന്താ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. പക്ഷെ അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതാ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യു എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡബിൾ ഡെറിവേറ്റീവ് ചെയ്ത് അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡബിൾ ഡെറിവേറ്റീവ് ചെയ്ത് അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ആയിരിക്കണം. അതാണ് സൊല്യൂഷൻ. അപ്പൊ എന്താ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷനും ഇതിന്റെ സൊല്യൂഷനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ യു ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതാൻ പോവാ. സിമ്പിൾ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എന്താണ് യു എക്സ്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാം. കാരണം യു എക്സ് എക്സ് പറഞ്ഞ എന്താണ്? ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. യു വൈ വൈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ ആണ്. അപ്പൊ യു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് അല്ലെ. യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെമസ്റ്ററിൽ. വിത്ത് റെസ്പെക്ട് ടു യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ അവിടെ വൈ കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ടേം മാത്രമേ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യേണ്ടതുള്ളൂ. therefore 2x എന്ന് വരും. നെക്സ്റ്റ് എന്താണ് യു എക്സ് എക്സ്? യു എക്സ് എക്സ് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ. എന്താണത്? 2. ഓക്കെ, ഇനി എന്താണ് യു വൈ? യു വൈ ഈക്വൽ ടു ദാറ്റ് ഈസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ -2y വരും. കാരണം എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ. ഓക്കെ, എന്താണ് യു വൈ വൈ? ദാറ്റ്സ് ഈക്വൽ ടു -2. therefore dou square u divided by dou x square plus dou square u divided by dou y square equal to ഇതെന്താ കിട്ടി? നമുക്ക് 2 കിട്ടി അല്ലേ. പ്ലസ് ഇതെന്താ കിട്ടി? -2 കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു 0. അഥവാ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 കിട്ടി. അഥവാ
ഈ ഇക്വേഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ത് u ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. therefore ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എന്ത്, ദാറ്റ് ഈസ് u ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി ഞാൻ ഇങ്ങനെ എഴുതി വിചാരിക്കാം, u ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 5 എന്ന് എഴുതി നോക്കുക. വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം, എന്താണ് ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ. എഗൈൻ 0 കിട്ടും, കാരണം വിത്ത് റെസ്റ്റ് ടു എക്സ് ചെയ്യുമ്പോൾ ഈ ഇവിടെ 5 ആൾറെഡി ഫസ്റ്റ് 0 ആയി പോകും അല്ലെ, ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 ആയി പോകും. ബാക്കി വീണ്ടും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. therefore യുണീക്ക് അല്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വേറെ സൊല്യൂഷൻ ഞാൻ എടുക്കാൻ പോവാണ്, ദാറ്റ് ഈസ് u ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് വൈ എന്ന് എഴുതി. എന്താണ് യു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോസ് വൈ കോൺസ്റ്റന്റ് ആ, ഇ റേസ് ടു എക്സ് മാത്രമേ ഉള്ളൂ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ്, ഈ കോൺസ്റ്റന്റ് അതിന്റെ കൂടെ തന്നെ എഴുതി. നെക്സ്റ്റ് എന്താണ് യു എക്സ് എക്സ്, അതിൻ ഇ റേസ് ടു എക്സ് കോസ് വൈ തന്നെ അല്ലേ. ഇനി എന്താണ് യു വൈ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇ റേസ് ടു, ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ആ, കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ അല്ലെ, മൈനസ് സൈൻ വൈ. നെക്സ്റ്റ് എന്താണ് യു വൈ വൈ, ദാറ്റ് ഈസ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ആ അല്ലെ, ആ മൈനസ് അതേപോലെ തന്നെ പുറത്ത് എഴുതാം, മൈനസ് ഇ റേസ് ടു എക്സ് സൈൻ വൈയുടെ കോസ് വൈ. ഞാൻ വീണ്ടും ഇത് രണ്ടും എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ദാറ്റ് ഈസ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 ആണ്. വീണ്ടും ഇതിന്റെ സൊല്യൂഷനാ. അപ്പോൾ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്, ഒരുപാട് സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ പറ്റും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്. ഓക്കെ, ഇനി വേറൊന്ന് ഞാൻ ഒന്നും കൂടി എഴുതാം, യു ഈക്വൽ ടു, ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്, ഞാൻ ഒന്ന് എളുപ്പത്തിൽ എഴുതുന്നേ ഉള്ളൂ, എളുപ്പത്തിൽ എടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നേ ഉള്ളൂ. ഇതെല്ലാം ഡീപ്പായിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെക്സ്റ്റ് യു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എഴുതി, എന്താണ് യു എക്സ്, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു 2x അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആക്കി എഴുതാം, 2x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ. കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി എന്ന് വിചാരിക്കുകയാണ്. ദാറ്റ് ഈസ് log xന്റെ 1 ഡിവൈഡ് ബൈ എക്സ്, ആ എക്സിന്റെ സ്ഥാനത്ത് ഇത്രയും എഴുതും, പിന്നെ ഇതിന്റെ അകത്തെ ഡെറിവേറ്റീവ് നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതും അല്ലേ. അപ്പോൾ 2x പ്ലസ് ഇവിടെ 0 വരും, ദാറ്റ് ഈസ് 2x ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് യു എക്സ് എക്സ്. എന്ത് കിട്ടും, യു എക്സ് എക്സ്, ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ കോഷ്യൻ റൂൾ ഉപയോഗിക്കും, കാരണം എക്സിന്റെ ടേം ന്യൂമറേറ്ററിലുണ്ട് അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലുണ്ട്. ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു derivative of numerator, that is 2 minus numerator into, that is 2x into derivative of denominator, that is 2x divided by denominator square, that is x square plus y square whole square. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 2x square plus 2y square minus 4x square divided by x square plus y square whole square. ഓക്കെ, ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. That is this equal to ഇവിടെ 2y square minus 2x square, കാരണം 2x square minus 4x square പറഞ്ഞാൽ 2x square divided by x square plus y square whole square. ഓക്കെ, ഇതിനെ ഞാൻ 1 നമ്പർ കൊടുത്തു. എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ u ഈക്വൽ ടു log x square plus y square ആയിരുന്നു. ഇനി എന്താണ് uy ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ കിട്ടും അല്ലേ, 1 divided by x square plus y square into 2y വരും അല്ലേ. That's equal to 2y divided by x square plus y square വരും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് കഴിഞ്ഞാൽ uy കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ചെയ്യുന്നത്, ദാറ്റ് ഈസ് 2 നെക്സ്റ്റ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, ദാറ്റ് ഈസ് 2y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് 2y ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, that is this equal to x square 2x square plus 2y square minus 4y square divided by x square plus y square whole square എന്ന് കിട്ടും. Okay, that is this equal to എന്ത് കിട്ടും, 2x square minus 2y square divided by x square plus y square whole square കിട്ടും, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ 1ഉം 2 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടാ, ഇവിടെ കോമൺ ഡിനോമിനേറ്റർ അല്ലേ, ദാറ്റ് ഈസ് ഞാൻ ഇവിടെ എഴുതാം, ഞാൻ ഇതൊന്ന് റേസ് ചെയ്യാണ്, ഇതൊന്ന് റേസ് ചെയ്യാം. Okay, that is uxx plus uyy. എന്താണ് uxx, the 2y square minus 2x square divided by x square plus y square whole square.
പ്ലസ് uy എന്താ കിട്ടിയേ 2x² മൈനസ് 2y² ഡിവൈഡ് ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ അല്ലേ. കോമൺ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു കോമൺ ഡിനോമിനേറ്റർ എഴുതി, ദാറ്റ് ഈസ് x² പ്ലസ് y² ഹോൾ സ്ക്വയർ. ന്യൂമറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് എഴുതാം. 2y² മൈനസ് 2x² പ്ലസ് 2x² മൈനസ് 2y². ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം അല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ, ന്യൂമറേറ്ററിൽ 0 ഡിവൈഡഡ് ബൈ x² പ്ലസ് y² ഹോൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു കംപ്ലീറ്റ് 0. ഓക്കെ, അപ്പൊ ഇതാണ് സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സൊല്യൂഷൻ യുണീക്ക് അല്ല എന്ന് മനസ്സിലായി അല്ലേ, ഒരുപാട് സൊല്യൂഷൻ ഉണ്ടാവും എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, അതിന്റെ പിന്നെ ഒരു ഫംഗ്ഷൻ തരും, അത് സൊല്യൂഷൻ ആണ് എന്ന് വാരിഫൈ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതൊക്കെ ടേം ഉണ്ടോ അതിനെ വിത്ത് റെസ്പെക്ട് ആ ടേമിലെല്ലാം ഡെറിവേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാരിഫൈ u ഈക്വൽ ടു x³ പ്ലസ് 3xt² is a solution of the wave equation given below for suitable value for c. Okay, equation ഇതാണ്. dou² u divided by dou t² equal to c² into dou² u divided by dou x². ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം, ഇത് ഇതിന്റെ സൊല്യൂഷൻ ആണ് എന്ന് തെളിയിക്കണം. സ്യൂട്ടബിൾ സി, ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ സിക്ക് ഇതിന്റെ സൊല്യൂഷൻ ആണ് എന്ന് തെളിയിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, യു നമുക്കറിയാം, യു എന്നുള്ളത് എക്സിന്റെയും ടിയുടെയും ഫംഗ്ഷനാണ്, കാരണം എക്സും ടിയും ആണ് ഇവിടെ വാരിയബിൾ. അപ്പൊ യു ഈക്വൽ ടു, ദാറ്റ് ഈസ് സൊല്യൂഷൻ, given that u equal to x³ plus 3xt². എന്തൊക്കെ ടേം ഉണ്ട് ഇതില്, utt അല്ലെ, dou² u divided by dou t² പറഞ്ഞാൽ utt ആണ് അല്ലെ, അതുപോലെ തന്നെ uxx ആണ്. അപ്പൊ utt കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ut കണ്ടുപിടിക്കണം അല്ലെ. ut കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ ഇത് 0 വരും, കാരണം ഇത് x³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ 0 ആണ്. ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്തരും, t² 3x കോൺസ്റ്റന്റ്, അത് അതുപോലെ തന്നെ എഴുതി, 3x t² 2t ദാറ്റ്സ് ഈക്വൽ ടു 2 into 3 ദാറ്റ്സ് ഈക്വൽ ടു 6xt ആയി. utt എന്തായി, വീണ്ടും വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ 6x ആയി. utt നമുക്ക് കിട്ടി. ഇനി uxx കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ux അറിയണം അല്ലെ. ux എന്താ, 3x² പ്ലസ് 3t². നെക്സ്റ്റ്, കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവില്. നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗൈൻ ചെയ്യുമ്പോൾ ഇത് 0 ആവും, ബാക്കി ഇവിടെ 6x. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ടും 6x കിട്ടി, ഇവിടെയും 6x കിട്ടി, ഇവിടെയും 6x കിട്ടി. therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. that implies uxx, that is uxx equal to c² into uyy. ശരിയല്ലേ, uxx എന്താ കിട്ടിയേ, 6x പ്ലസ് c² into equal to c² into uyy, that is അതും 6x. അപ്പൊ ഏത് സിക്കാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് c ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വരുമ്പോൾ നമ്മുടെ ഈ സൊല്യൂഷൻ എന്താണ്, കറക്റ്റ്. സി വേറെ ഏതും വരാൻ പറ്റില്ല അല്ലേ. ഇവിടെ c² എന്താ, c² ഈക്വൽ ടു 1 അല്ലേ. c² 1 ആണെങ്കിൽ c ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. therefore for c ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, u ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യൻ തരുന്നു, ഫംഗ്ഷൻ തരുന്നു, u ഈക്വൽ ടു x³ plus 3xt² is a solution of dou² u divided by dou t² equal to c² into dou² u divided by dou x². ഓക്കെ, മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കാണ്. ഒരു ബുദ്ധിമുട്ടില്ലാത്ത ടോപ്പിക്കാണ് ഇത്. എൻ്റയർ ഈ മൊഡ്യൂൾ, ഈ ഒരു ചാപ്റ്റർ എൻ്റയറിൽ ഒരു ബുദ്ധിമുട്ടില്ല, പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Second question.
verify that u equal to e raised to 2t cos x is a solution of the heat equation given below for suitable value of c. That is dou u divided by dou t equal to c square into dou square u divided by dou x square. നമുക്ക് heat equation wave equation ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അതിന് തൊട്ട് മുന്നേ ഈ എക്സാമ്പിൾ ഒന്ന് ചെയ്യാം. വെരിഫൈ ചെയ്യണം അല്ലേ? തൊട്ട് മുന്നത്തെ പോലെ ഫോർ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് സി. എല്ലാ സിക്കും ഇവിടെ സൊല്യൂഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വാല്യൂസിന് സി ഈക്വൽ ടു സം വാല്യൂസിന് ഇത് സൊല്യൂഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്താ വേണ്ടത്? യു നമുക്ക് തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു ഇ റേസ് ടു 2t കോസ് എക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെ? യു ഫംഗ്ഷനും എക്സും ടിയും വേരിയബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് യു ടി കണ്ടുപിടിക്കണം. എന്താണ് യു ടി? സിമ്പിൾ അല്ലെ, 2e raised to 2t cos x. കാരണം എന്താ? e raised to 2tയുടെ ഡെറിവേറ്റീവ് 2e raised to 2t cos x കോൺസ്റ്റന്റ് ആണ്. cos x തന്നെ എഴുതി. ഇനി എന്താണ് യു എക്സ് ഈക്വൽ ടു e raised to 2t cos x ന്റെ മൈനസ് സൈൻ എക്സ്. നെക്സ്റ്റ് എന്താണ്? യു എക്സ് സൈൻ എക്സിന്റെ കോസ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് e raised to 2t cos x. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് du divided by dt, ദാറ്റ് ഈസ് 2e raised to 2t cos x is equal to c square into e raised to minus c square into minus e raised to 2t cos x. അപ്പൊ ഇവിടെ e raised to 2t ക്യാൻസൽ ചെയ്യാം അല്ലേ? cos x ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ്? ദാറ്റ് ഈസ് c square equal to minus 2 എന്ന് കിട്ടും. That implies c equal to plus or minus root minus 2 എന്ന് കിട്ടും അല്ലേ? ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് റൂട്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. c equal to plus or minus root 2i എന്ന് എഴുതാം. ഓക്കെ, therefore ഈ വാല്യൂ c equal to ഈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇനി ദാറ്റ് ഈസ് തൊട്ട് മുന്നേ എഴുതിയ പോലെ നമുക്ക് എഴുതണം ഫോർ സി ഈക്വൽ ടു, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ഏതെങ്കിലും മിസ്റ്റേക്ക് സൈൻ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ ആൻസറുമായി ഒന്ന് കമ്പയർ ചെയ്യണം. നെക്സ്റ്റ് ഫോർ സി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2i, u ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ സൊല്യൂഷൻ? u ഈക്വൽ ടു e raised to 2t cos x is a solution of the differential equation, that is the heat equation dou u divided by dou t equal to c square into dou square u by dou x square. ഓക്കെ, ഇനി ഫൈനലായിട്ട് ഈ ക്ലാസ്സിന്റെ ഫൈനലായിട്ട് ഒരു തിയറം സ്റ്റേറ്റ് ചെയ്ത് നമുക്ക് വൈഡപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് തിയറം സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അത് ഞാൻ കൺസെപ്റ്റ് പറയാം. നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ u1 അതിന്റെ സൊല്യൂഷൻ ആണ്, അതുപോലെ തന്നെ u2 അതിന്റെ സൊല്യൂഷൻ ആണ്, u3 അതിന്റെ കാരണം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരുപാട് സൊല്യൂഷൻ ഉണ്ട് അല്ലെ? തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് u1 u2 u3 എക്സെട്ര uk ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിൽ ഇതിന്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് ഈസ് u1 പ്ലസ് u2 പ്ലസ് u3 ഇതെല്ലാം ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ കൂടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് c1 ഇൻറ്റു u1 ഇതും ഇതിന്റെ സൊല്യൂഷനാ. അതുപോലെ c2 ഇൻറ്റു u2 അതും എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ആയിരിക്കും. എന്തായിരിക്കണം? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആയിരിക്കണം. ഓക്കെ, അത് തൊട്ടുമുന്നേ നമ്മൾ കുറെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, ഒരുപാട് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാ അല്ലേ? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാ.
ഇതിന്റെ ഒരു സൊല്യൂഷൻ ഇതാ അല്ലേ? അതുകൊണ്ട് ഞാൻ u1 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എഴുതി. ഞാൻ 2 ഇൻറ്റു u1 എന്തായിരിക്കും? 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു വൈ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ u1ന്റെ കൂടെ എന്ത് ഗുണിച്ചു കഴിഞ്ഞാലും അതും ഇതിന്റെ സൊല്യൂഷനാണ്. ഇനി രണ്ട് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാലും സൊല്യൂഷൻ. നമുക്ക് വേറൊരു സൊല്യൂഷൻ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? ഇതൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും, അഥവാ ഇത് ഒരു സൊല്യൂഷനാണ്, ഇത് വേറെ സൊല്യൂഷനാണ്. നിങ്ങൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്ക്, ഇതും ഇതിന്റെ സമ്മും എന്തായിരിക്കും? അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ഫണ്ടമെന്റൽ തിയറം പറയുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ തിയറം പറയുന്നത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് തിയറം. That is, if u1, u2, u3, etc. uk are solution of a homogeneous, അത് നിങ്ങൾ ഓർത്തിരിക്കണം, homogeneous ആണ്, homogeneous differential equation ശരിയാവുള്ളൂ, homogeneous linear PDE, then linear combination, the linear combination പറഞ്ഞു കഴിഞ്ഞാൽ that is c1u1 plus c2u2 plus c3u3 plus etc plus ck അല്ലേ? ഇതിനെ ഞാൻ u എന്ന് വിളിക്കാണ്. that is u equal to, കാരണം u1 ഒരു സൊല്യൂഷനാണ്, അതിന്റെ കൂടെ c ഗുണിച്ചു കഴിഞ്ഞാലും സൊല്യൂഷനാണ്, അപ്പൊ ടോട്ടൽ ഇതൊരു സൊല്യൂഷനാണ്. u2 എന്താണ്? ഒരു സൊല്യൂഷനാണ്, അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, c2 ഗുണിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു സൊല്യൂഷനാണ്. ഇങ്ങനെ ഇതെല്ലാം സൊല്യൂഷൻ ആണ്. u1, u2, u3 എക്സെട്ര uk സൊല്യൂഷൻ ആണ്. അതിന്റെ കൂടെ കോൺസ്റ്റന്റ് ഗുണിച്ചു കഴിഞ്ഞാലും സൊല്യൂഷൻ ആണ്. രണ്ട് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും സൊല്യൂഷൻ. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? c1u1 പ്ലസ് c2u2 പ്ലസ് c3u3 പ്ലസ് ck എക്സെട്ര ck. ഇതിനെ കംപ്ലീറ്റ് ഞാൻ u എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ u എന്തായിരിക്കും? r, ഇവിടെ where c1 c2, where c1 c2 etc ck are constant is also solution. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. u1 u2 u3 uk are the solution of a homogeneous linear PDE. Then the linear combination u is a also solution. ഇത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിയാലും മതി. where c1 c2 c3 etc ck are the constant. അഥവാ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ u എന്ന് പറയുന്ന ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? വീണ്ടും ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഫണ്ടമെന്റൽ തിയറം അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ തിയറം അല്ല, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ തിയറത്തിനെയാണ് നമുക്ക് ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ദി PDE എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.